ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളടു എന്ന് പറയുന്ന മീനും കൊണ്ടുള്ളൊരു കറിയാണ്. തൃശ്ശൂരൊക്കെ ഈ മീനിന് വെള്ളടു എന്നാണ് പറയുന്നത്. വേറെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മീഡിയം സൈസ് മാങ്ങ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, ഒരു 5-6 ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചതും, 4 പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായി വരട്ടെ. ഉലുവ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റാം. എല്ലാം ഒന്ന് വാടി വരുന്നത് വരെയും വഴറ്റാം. എല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതിനുശേഷം ഇത് ഒരു 10 സെക്കൻഡ് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. ഇനി ആ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയും അതിലിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. മീൻ വെന്ത് കഴിയുമ്പോൾ ഇതൊക്കെ കറക്റ്റ് വറ്റി വന്നോളും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എല്ലാം ഒതുക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് മതിയാകും. തിളച്ച് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് കാച്ചുന്നില്ല, ഉള്ളി കാച്ചുന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കുക. അതിനുശേഷം തീ ഓഫാക്കാവുന്നതാണ്. നമ്മുടെ വെള്ളടു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്